കുട്ടുണ്ടല്ലോ, ഞാനും കുട്ടും ഇപ്പോൾ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ബാംഗ്ലൂരിൽ പോവാണ് കേട്ടോ. അപ്പം ഇന്ന് ഉത്രാടമാണ്, നാളെ ഓണം. അപ്പം നാളെ നമ്മൾ രാവിലെ ബാംഗ്ലൂരിലെത്തും. അപ്പോൾ നമ്മൾ അങ്ങനെ എയർപോർട്ടിലെത്തി. അപ്പോൾ നമുക്ക് 11 മണിക്കാണ് ഫ്ലൈറ്റ്. 8 മണിക്ക് മുമ്പേ എത്തി. ഇനി നമുക്ക് ചെക്കിൻ എല്ലാം ചെയ്യാനുണ്ട്. ഇല്ല, സ്ഥലം വരെ പോവാന്നല്ലോ. അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള ഫ്ലൈറ്റ് ഇപ്പം രണ്ടാമത്തെ ടിവിയിൽ 23 മണിക്ക് കണ്ടു. പക്ഷെ ട്രെയിൻ തന്നെ ആ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ ന്യൂഡൽഹി ടു ബാംഗ്ലൂരാണ് പോകുന്നത്. 23 മണിക്ക്, 11 മണിക്ക് എയർ ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലാകെ 3 ബാഗേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ എന്തിനു പോകുന്നതെന്ന് വെച്ചെങ്കിൽ ഇന്ന് ഉത്തരാടമാണ്, നാളെ ഓണമാണ്. ശരിക്കും പറഞ്ഞെങ്കിൽ എനിക്ക് ഓണം നാട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് ലീവ് ചോദിച്ചപ്പോൾ ലീവ് കിട്ടി. ചെറിയൊരു ഷോർട്ട് ലീവ്, അതായത് നാളെ വെള്ളിയാഴ്ച ഒരു ലീവ്, തിങ്കളാഴ്ച ഒരു ലീവ് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും, കുട്ടൂൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിട്ട് എല്ലാവരും ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ബാംഗ്ലൂരിൽ ഓണം സെലിബ്രേറ്റ് ആക്കാനൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എയർ ഇന്ത്യയിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റാണ് എടുക്കുന്നത്. ഇവിടുന്ന് സിംഗപ്പൂർ ടു ഡൽഹി, ഡൽഹി ടു ബാംഗ്ലൂർ. അപ്പോൾ ടോട്ടൽ 10 മണിക്കൂർ അങ്ങനെ വേണം. അപ്പോൾ നമ്മൾ എയർ ഇന്ത്യയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കിട്ടിയതെന്നല്ല, പിന്നെ നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സമയം നോക്കുമ്പോഴത്തേക്ക് ഇത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, കണക്ഷൻ ഫ്ലൈറ്റ് മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ ഡൽഹിയിലെത്തും, ഡൽഹി ടു ബാംഗ്ലൂർ 7:30-8 മണിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സമയം 8 മണിയായി. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. 11 മണിക്കാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഫുഡ് ചിലപ്പോൾ കഴിക്കും. അങ്ങനെ കാണാം നമുക്ക് പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. കാരണം 11 മണിക്കാണല്ലോ ഫ്ലൈറ്റ്, 8:30 ആയിട്ടുള്ളൂ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചേ. എയർ ഇന്ത്യയിൽ എന്തായാലും ഫുഡ് ഉണ്ടാവും, പക്ഷേ നമ്മൾ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചാങ്ങി എയർപോർട്ടിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ മറ്റേ മെയിൻ സാധനം ഉണ്ടല്ലോ, അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ട്ടാ.
ഇതിൽ നോക്കറാ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇതെല്ലാം പ്ലാസ്റ്റിക് എന്ന്. പക്ഷേ അല്ല ഗൈസ്, ഇതിൽ ഒറിജിനൽ പൂവും ചെടികളും വന്നിട്ടാ സംഭവം. ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഏകദേശം ഒറിജിനൽ ചെടികളാണ് കേട്ടോ എന്നാണ് എൻ്റെ ഒരു അനുമാനം. പക്ഷെ എൻ്റെ ഒരു നിഗമനം, നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതെ, ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം ഇപ്പം ഞാൻ സിംഗപ്പൂർ വന്നിട്ട് ഒരു 8 മാസമേ ആയിട്ടുള്ളൂ. 2 വർഷമെല്ലാം നിന്നിട്ട് വീട്ടിൽ പോകുന്നവരുണ്ട്, എനിക്ക് ശരി തന്നെ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മാസം എൻ്റെ അച്ഛനും അമ്മേനെയും വീട്ടുകാരെല്ലാവരും കാണാതെ നിൽക്കുന്നത്. അപ്പോൾ അവരെ പെട്ടെന്ന്, ഇതും ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ചാൻസാണ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരും കുറേ എക്സൈറ്റഡ് ആയി. അത് ഓണത്തിന് തന്നെ വരാൻ പറ്റി, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം അമ്മ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടെക്സാസ് ചിക്കനിലാണ് കേട്ടോ വന്നേ. ഇവിടെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഇപ്പം നമ്മ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട്. അമ്മനി ഇവിടെ ഇരുന്ന് കുറച്ച് കഴിക്കട്ടെ കേട്ടോ. ഫുഡെല്ലാം കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കാണ് ലിപ്സ്റ്റിക് പോയി ഗൈസ്. അപ്പോൾ ഞാൻ വരുന്നത് പറയുമ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ പോകുന്നതിനെക്കാട്ടി എക്സൈറ്റഡ് എൻ്റെ വീട്ടുകാർക്കാണ്. അതായത് എൻ്റെ അച്ഛനമ്മക്കും കുട്ടൂൻ്റെ അച്ഛനമ്മക്കും. കാരണം അവർ ബാംഗ്ലൂരേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ ഇത് ഭയങ്കര പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കണ്ടുമുട്ടലായതുകൊണ്ട് അവർക്ക് ഭയങ്കര എക്സൈറ്റഡ്. കാരണം അവർ ബാംഗ്ലൂർ വരുന്നുണ്ട്. കാരണം എൻ്റെ അമ്മ അങ്ങനെ ബാംഗ്ലൂർ ഇതുവരെ വന്നിട്ടില്ല. 1-2 പ്രാവശ്യം വന്നതില്ല. അല്ലാതെ ഇങ്ങനെ പോവാനും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അങ്ങനെ അമ്മ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വരാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എൻ്റെ അച്ഛനാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ വരുന്നത് പറയുമ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ അച്ഛൻ ഓക്കെ എന്നാൽ പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് വരാം ട്രെയിനിൻ്റെ, അങ്ങനെയല്ലേ ആയിരുന്നു. കുട്ടൂൻ്റെ അമ്മയാണെങ്കിലും അതെ, എപ്പോൾ വരുന്നത് അങ്ങനെ വരുന്നത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം എല്ലാവരും എക്സൈറ്റഡ് ആണ്. പക്ഷെ ഒരാൾ മാത്രം അത്ര എക്സൈറ്റഡ് അല്ല, ചാർലിനെ നമ്മൾ വേറൊരു വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അതിലെല്ലാവർക്കും സങ്കടമുണ്ട്. ചാർലിക്കും ഭയങ്കര സങ്കടമുണ്ട്. കാരണം ചാർലി അങ്ങനെ അച്ഛനും കുട്ടൂൻ്റെ അച്ഛനും അമ്മേനും വിട്ടിട്ട് അങ്ങനെ നിന്നിട്ടില്ല. അവരെപ്പോഴും ഒന്നിച്ചെന്നെ ഉണ്ടാവും, എവിടെ പോകുമ്പോഴും ഒന്നിച്ചെന്നെ ഉണ്ടാവും. പക്ഷേ എനിക്കൊന്നിപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും മാറി നിൽക്കുന്നതിന് ഭയങ്കര സങ്കടമുണ്ട് ചാർലിക്ക്. അച്ഛൻ രാവിലെ പാക്കാക്കുന്ന സമയത്ത് ചാർലി വിചാരിച്ച ചാർലിനെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ടെന്ന്. അപ്പം ബാഗിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു, സംഭവം എവിടെയോ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഓനെ മറ്റേ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ടായിരുന്നു ആടുന്ന് കുറേ കരഞ്ഞു ചാർലിന്ന്. അപ്പം ചാർലിക്ക് മാത്രം ഭയങ്കര വിഷമമുണ്ട്. നമ്മളെന്ന് വെച്ചെങ്കിൽ ഞാൻ ഞായറാഴ്ച രാത്രിക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരും. പക്ഷെ കുട്ടൂന് ഒരാഴ്ച കൂടി ലീവുണ്ട്. അപ്പോൾ കുട്ടു നേരെ ഇവരെല്ലാവരും കൂടി നാട്ടിൽ പോകും. നാട്ടിൽ പോയിട്ട് ഒരാഴ്ച നിന്നിട്ട് കുട്ടി വരുള്ളൂ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റക്ക് ഫ്ലൈറ്റിൽ വരുന്നത് തിരിച്ചു വരുമ്പോൾ. അതെനിക്കൊരു വലിയൊരു എന്താ പറയല്, വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണും. കാരണം ഞാൻ ആകെ ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ വന്നിട്ടു. അതിങ്ങോട്ട് സിംഗപ്പൂരേക്ക് വരുമ്പോൾ വന്ന ഫ്ലൈറ്റ്. ഇതിപ്പോൾ 2ാമത്തെ ഫ്ലൈറ്റ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി 3ാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഒറ്റക്കാണ് വരുന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു ABCD ഒന്നും അറിയില്ല. ഈ മൈഗ്രെയിൻ രോഗികൾക്ക് എക്സൈറ്റ്മെൻറ്റ് പാടില്ല എന്നുണ്ടോ? കാരണം എനിക്ക് തലവേദന എടുക്കുന്നത് എന്തിനും എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ മൈഗ്രെയിൻ ഉണരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഗുളികയില്ല, ഒരു വിക്സ് മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല ഞാൻ എങ്ങനെ നാളെ രാവിലെ നേരം വെളുപ്പിക്കുന്നു. എൻ്റെ പുതിയ ഡ്രസ്സ് കാണിച്ചു. ഉള്ളിൽ കയറാൻ പോവാന്ന് കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറി നമുക്ക് കുറച്ച് 2-3 സാധനം വാങ്ങാനുണ്ട്. അപ്പം അത് വാങ്ങിയിട്ട്
നല്ല സമയം കളയും. ഇപ്പം എത്ര സമയം ഏത് ഇപ്പം 9:10 ആയിട്ടുള്ളൂ. ഞമ്മ നാട്ടിന് മുമ്പേ ഇങ്ങോട്ട് വന്നിട്ടാണ്. 11 മണിക്കത്ര ഫ്ലൈറ്റ്. അപ്പം അതുവരെ നമ്മൾ ഇവിടെ തെണ്ടിയിട്ട് പൈസ എല്ലാം കളയാം. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറ് പൊതുവെ. നോക്കാം നമുക്ക് എന്തിയാ കിട്ടുന്നതെന്ന്. ഗവൺമെന്റ് ഇങ്ങനെ ഒരു സാധനം കണ്ട് നമ്മൾ അങ്ങനെ കയറാതിരിക്കില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വല്ലതും കിട്ടുമോ നോക്കാം. നല്ല കുപ്പി. ഇത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഈ കുപ്പി നോക്കൂ, എന്തൊരു അടിപൊളിയാണ്. 50,000 റുപ്യ. വാവ്. ഈ സാധനം നോക്ക്, $4,473. അറൗണ്ട് എത്ര വരും? 3 lakh റുപ്പീസിന്റെ മധ്യമാണ് ഗൈസ് ഇത്. ഈ റോബോട്ടിനെ നോക്ക്. ഈ റോബോട്ടിലൊരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഗ്ലാസ് ഈ കുപ്പിയിൽ നിന്ന് നമുക്ക് മദ്യം എടുക്കും, എന്നിട്ട് തമ്മിൽ മിക്സാക്കിയിട്ട് നമുക്ക് തരും. ഇതിൽ ഈ ഷോപ്പിലുള്ള എല്ലാ കുപ്പീൻ്റെയും വേണം നമുക്ക് ടേസ്റ്റ് ചെയ്യാം എന്നതായിരിക്കും ഇപ്പോൾ ഒരു ഉദ്ദേശം. നമ്മളിപ്പോൾ വൈൻ സെക്ഷനിൽ വന്നിട്ടുണ്ട്. വൈന് വാങ്ങിയിട്ട് പോവാൻ. നമുക്ക് വൈൻ കുടിക്കണ്ടേ നമുക്ക്. ഞാൻ ഇവിടുന്ന് മുമ്പ് ഒരു വൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല കയ്പ്പായിരിക്കും, മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിന്. അപ്പം അങ്ങനെ നമ്മളെ സാധനം വാങ്ങി. ഇനി നമുക്ക് എഫിലേത്. വാവ്, വാട്ട് ഈസ് ദിസ്? ജിറാഫ്. ഈ ഒറിജിനൽ ടീച്ചർ ജിറാഫ് ഇട്ടത് അനങ്ങുന്നുണ്ട് ട്ടാ. എൻ്റെ മോനെ, ജിറാഫ് മാത്രല്ല ട്ടാ, ഫുൾ ടീംസ് ഉണ്ട്. എന്തിയ കുട്ടു? ആനയാ? നല്ല പച്ചപ്പും ഹരിതാപുള്ള ഒരു എയർപോർട്ടാണ് ഞങ്ങൾ. ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ. ഞാനിതെല്ലാം ആദ്യമായിട്ട് കാണുന്നിട്ട് ഈ എയർപോർട്ടിൽ. അടിയിൽ വെള്ളമുണ്ട്.
താഴെ ഇങ്ങനെ മോള് നോക്കൂ. വാ അമ്മ ബോർഡിങ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അമ്മ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് 5 മിനിറ്റിൽ ബോർഡാവും. അപ്പോൾ നമ്മ അങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നടക്കുന്നതല്ല, ട്രാവലേറ്ററിൽ നിന്നിട്ടുണ്ട്. സൈഡിൽ നോക്കൂ. ബാക്കിൽ ഫ്ലൈറ്റിൽ കയറി ഇരുന്നു. ഇനി രാവിലെ 2:30 ഡൽഹിയിലെത്തിൽ 2:30 തോന്നുന്നു ഡൽഹിയിലെത്താം. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഫ്ലൈറ്റ്. കിട്ടു എന്തെല്ലാം കിട്ടി നിനക്ക് കയറിയിട്ട് ഗിഫ്റ്റ്? എയർ ഇന്ത്യ എന്തി ഗിഫ്റ്റ് തന്നെ? ബ്ലാങ്കറ്റ്, പില്ലോ, ഇയർഫോൺ. എന്തിന്? ഓ, അല്ലാതെ ഫ്ലൈറ്റ് പൊന്തുമ്പോ ചെവിന്ന് ചോര വരുന്നത് തടയാനല്ലേ? ഇതിലെന്തെല്ലാം കാണുന്നുണ്ട്? സിനിമ കാണാൻ പറ്റുവാ? അനൗൺസ്മെന്റ്. അയ്യേ, ആംഗ്രി ബേർഡ്സ് ആണോ നീ കളിക്കുന്നേ? It's night time. Live map. നമ്മ സിംഗപ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്കല്ലേ? വൈകിട്ട് നമുക്ക് ഇങ്ങനെ പോകണ്ടേ? നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്ക്. ഇവിടെ പോയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ഇതൊക്കെ ഇവിടെ ഒരു എന്റർടൈൻമെന്റ്. വേസ്റ്റിംഗ് അവർ ടൈം. നമ്മ ഏറ്റവും ബാക്കിലത്തെ റോളാണ് കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ ഇപ്പുറത്തെ വിൻഡോ സീറ്റ്. ഇവിടെ ഇതുവരെ ആരും എത്തിയിട്ടില്ല. ആരും വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പുറത്ത് നമ്മളെ കുട്ടു സാറുണ്ട്. ഇപ്പോൾ 10:45. 11 മണിക്കാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്.
ഇനി ആരും വരില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. വരാതിരുന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എയർ ഇന്ത്യ തന്നെ ഇയർപ്ലഗ്സ് ആണ്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകുമോ? അതിൽ എയർ ഇന്ത്യന് ചിത്രം ഉണ്ട് കേട്ടോ. കാണിക്കും. ആ മാപ്പ് വന്നു, മാപ്പ് വന്നു. का उड़ान समय 5 घंटे और 30 मिनट रहेगा। कप्तान नीरज कुमार कमांड में है और उनके साथ फ्लाइट एडमिन फर्स्ट ऑफिसर नितेश वर्मा हैं। मेरा नाम एकता है, मैं आपकी कैबिन सुपरवाइजर हूँ। हमारी आज की उड़ान पर क्रू हिंदी और इंग्लिश कैबिन क्रू के निर्देश के इसे खुलाना കിട്ടിയിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയും ബദാമെല്ലാം ഇട്ടിട്ടൊരു സാധനമായിരുന്നു, എന്താണെന്നൊക്കെ അറിയില്ല. പിന്നെ ഇതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പൈനാപ്പിൾ, ചോളം, അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ്. ഇതൊരു ബണ്ണ്, പിന്നെ ഉണ്ടായത് ചോറും പനീറും, പിന്നെ ഇത് വെള്ളം. എന്തേത് എന്തേ കുട്ടോ ഇത്? ടേസ്റ്റ് ഉണ്ടോ? ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞാനൊരു മൂവി കണ്ടു. മൂവി കണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് രാവിലെ ആയി, നമ്മൾ ഇറങ്ങേണ്ട ടൈമായി. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി ഡൽഹിയിൽ. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ 2 മണിക്കൂർ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കണം. നമ്മളിപ്പോൾ എയർപോർട്ടിൽ എനിക്ക് നമ്മളെ ബാഗ് എടുത്തിട്ട്
അടുത്ത ടെർമിനലിൽ പോകണം, ബാംഗ്ലൂർ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ബാഗ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് എടുത്തോ. എടുത്തോ. പൊടിയുണ്ട്. അടുത്ത ബാഗും വന്നു. കുട്ടൂസ് എടുക്ക്. എൻ്റെ തലയും എൻ്റെ കോലും കണ്ടിട്ട് ഞെട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മളെ വണ്ടി കിട്ടിക്കൊണ്ട് അടുത്ത ടെർമിനലിൽ പോകുന്നത്. നമ്മൾ അടുത്ത വിമാനം കയറണം. ഇപ്പോൾ സമയം 3 മണിയായി. നമ്മളെ ഫ്ലൈറ്റ് എത്ര മണിക്ക് കിട്ടും? 5:05. എനിക്ക് നല്ലോണം കഴിക്കുന്നു. അത് തിന്നാൻ കിട്ടുമെന്ന് നോക്കണം. നമ്മളെ സാധനമെല്ലാം നമ്മളെ പെട്ടി എടുത്തിട്ട് നമ്മൾ തിരിച്ചു വിട്ടു ഇങ്ങോട്ടേക്ക്, ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വിട്ടു. നോക്ക്, ആനക്കുട്ടൻ. അപ്പോൾ പിന്നെ നമ്മൾ എഗെയിൻ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാന്ന്. നമ്മൾ സമയം കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിലെല്ലാം കയറി വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സാധനങ്ങളെല്ലാം നോക്കിയിട്ട് തിരിച്ചു പോയി. വിശപ്പൊന്നും ഉണ്ടെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ തന്നെ ഒരു കടയിൽ വന്നിട്ട് ദോശയല്ല ഇഡ്ഡലിയും ചായയും പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ബില്ല് കാണിച്ചു തരണം, ഞാൻ കാണിച്ചു തരാം. ഇഡ്ഡലിയും സാമ്പാറും ചായയും. ബിൽ ഈസ് ജസ്റ്റ് 572 rupees. ഹലോ മാഡം. നമ്മ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ബാംഗ്ലൂർ എത്തും. എന്തെങ്കിലും അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. അത് എയർ ഇന്ത്യ തന്നെ. അപ്പം ഇപ്പോഴും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഉപ്പുമാവും ഇഡ്ഡലിയും പിന്നെ വെള്ളവും പിന്നെ യോഗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലി ഉപ്പുമാവ് കഴിച്ചില്ല, യോഗട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബാംഗ്ലൂരിലെത്തി. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് പോട്ടെ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അച്ഛനും അമ്മയും എല്ലാവരും എത്തി. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടും
നമ്മ ഇപ്പൊ ഉണ്ടല്ലോ വേറൊരാളെയും കൂടി കാണും ഇവിടുന്ന്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്കെല്ലാം അറിയുന്ന ആൾ തന്നെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ബാംഗ്ലൂർ വരാൻ പ്രധാനപ്പെട്ട വേറൊരു കാരണം കൂടി ഉണ്ട്. അതായത് നമ്മുടെ സിജോൻ്റെ എൻഗേജ്മെൻ്റാണ്. അത് ഹൊസൂരിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് തന്നെ ബാംഗ്ലൂർ വന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഉദ്ദേശമുണ്ട്, വീട്ടുകാരെല്ലാം കാണാനുള്ളൊരു ഉദ്ദേശമുണ്ട്. അതാണിപ്പോൾ ബാംഗ്ലൂർ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. ടോട്ടൽ കുറേ ഉദ്ദേശങ്ങൾ. അപ്പോൾ നാളെയാണ്, ശനിയാഴ്ചയാണ് സിജുവിൻ്റെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ വേറെ ബാക്കി കുറച്ച് ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട്. ഓക്കെ. നമ്മളെ കൂട്ടാൻ ഒരാളെങ്കിലും ഉണ്ട്. ഹലോ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്ക് ആൽവിനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി ടാക്സി എടുത്ത് അച്ഛനും അമ്മ എല്ലാവരും നിൽക്കുന്ന ഫ്ലാറ്റിന് അങ്ങോട്ടാണ് കേട്ടോ പോയത്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെത്തി. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ അടുത്ത വ്ളോഗിലിടാം. ഗൈസ് ബൈ.